നമ്മൾ ഇന്നത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ളതാണ്. അതായത് ഒരു റിഫ്ലക്ടറിൻ്റെ ഉള്ളിൽ ലൈറ്റ് വെക്കുന്ന എളുപ്പമായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ ഒരു റിഫ്ലക്ടർ നിങ്ങൾക്ക് എക്സ്ട്രാ ഫിറ്റിങ്സിൻ്റെ നമ്മളെ ലൈറ്റ് കാര്യങ്ങളൊക്കെ വെക്കുന്ന ഷോപ്പിലുണ്ടാവും. അധികം റെഡാണ് ഉണ്ടാവുക, റെഡും യെല്ലോ ആണ് ഈ ഒരു സൈസിൽ ഉണ്ടാവുക. അപ്പോൾ റെഡിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സാധാ റിഫ്ലക്ടറൊക്കെ വാങ്ങിയാൽ ലൈറ്റ് വെക്കാൻ പറ്റാത്ത റിഫ്ലക്ടർ വാങ്ങിയാൽ ഈ മൈനസ് സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് തിക്കിയെടുക്കണം. അത് ഭയങ്കര റിസ്ക്കാണ്. അങ്ങനെ തിക്കിയെടുക്കുമ്പോൾ ഇതിൻ്റെ സൈഡ് ഭാഗമെല്ലാം പൊളിയും. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് ഓൾറെഡി നമുക്ക് വലിച്ചെടുക്കാൻ പറ്റുന്നതാണ്. സിമ്പിളായിട്ട് വലിച്ചെടുക്കാം, ഒരു കുഴപ്പമില്ല. രണ്ടും സിമ്പിളായിട്ട് തന്നെ വലിച്ചെടുക്കാൻ പറ്റുന്ന രീതിക്ക് തന്നെയാണ് ഉണ്ടായത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്യേണ്ടത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 2 ഹോൾ ഇട്ട് കൊടുക്കണം, നെഗറ്റീവും പോസിറ്റീവും വയർ എടുക്കുന്നത്. അത് നിങ്ങൾ നോക്കിയിട്ട് കറക്റ്റ് ഈ നടുക്ക് വരുന്ന പൊസിഷനിൽ ഒരു ലൈറ്റ് വെക്കണം. അതിനാണ് ഞാൻ ഈ ഒരു സ്ട്രിപ്പ് ലൈറ്റ് മേടിച്ചത്. ഈ സ്ട്രിപ്പ് ലൈറ്റിന് എന്ന് പറഞ്ഞാൽ 25 20 രൂപയ്ക്ക് തന്നിന്. കുറച്ച് റേറ്റ് വരുന്നതാണ്. നിങ്ങൾ ഇതിൻ്റെ ഈ ഒരു ഇൻസുലേഷനും കാര്യങ്ങളും കവറൊന്നും നിങ്ങൾ കീറിയെടുക്കാൻ പാടില്ല. എടുത്താൽ പണിയാണ്, ഭയങ്കരമായിട്ട് ഹീറ്റാവും. ഓൾറെഡി നല്ല ഫുൾ ടൈം കത്തിക്കുന്നതാണെങ്കിൽ ഇതേപോലത്തെ ഇൻസുലേഷനും അതേ കവറിങ് എല്ലാം വേണം. അപ്പോൾ നമ്മൾ ഇതൊന്നും ഇളക്കുന്നില്ല, ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുന്നു. ഇതിൻ്റെ ഉള്ളിലേക്ക് മാത്രം വെച്ച് കൊടുത്തിട്ട് ഈ 2 ഹോളിലേക്ക് വയർ ഇട്ടിട്ട് നടുക്ക് ചെറുങ്ങനെ ഒരു ഫ്ലക്സ് കിക്കോ ഏതെങ്കിലും ഡബിൾ സൈഡോ വെച്ച് ഒട്ടിക്കണം. ഇത് അടയുന്ന തരത്തിലായിരിക്കണം. അടയുന്ന തരത്തിൽ അല്ലെങ്കിൽ പണി എന്ന് പറഞ്ഞാൽ ഇത് അടക്കുമ്പം തന്നെ ഈ റിഫ്ലക്ടർ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. ഇതിൻ്റെയൊക്കെ ലൈറ്റ് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്.